തിരഞ്ഞെടുപ്പ് വരും പോകും. പക്ഷേ അതിലെ ജയത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നാട്ടിലാകെ ആശങ്ക ബാക്കിയാക്കുന്നതാണ് എങ്കിൽ പിന്നെന്താണ് ഗുണം? തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ സമൂഹത്തിൽ ഭിന്നിപ്പും ആശങ്കയും അവിശ്വാസവും പരമാവധി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണോ നമ്മുടെ നേതാക്കൾ? പലരുടെയും നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അതാണ് ധ്വനിപ്പിക്കുന്നത്. ഇന്നത്തെ പ്രൈം സ്റ്റോറി 4 വോട്ടിനായി എന്തും പറയാം. ഇന്നലെയാണ് CPM-ന്റെ മുതിർന്ന നേതാവ് AK ബാലൻ ഒരു പ്രസ്താവന നടത്തിയത്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈയാളുക ജമാഅത്തെ ആയിരിക്കുമെന്നാണ് ബാലൻ പറയുന്നത്. വർഗീയ കക്ഷികളുമായിട്ടുള്ള ബന്ധം UDF-ഉം LDF-ഉം ഒക്കെ പരസ്പരം ആരോപിക്കാറുണ്ട് എന്നത് ശരിയാണ്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഭയം വിതയ്ക്കാനുള്ള ഇത്തരം ശ്രമമായി ഈ ആരോപണങ്ങൾ മാറുന്നത് ശരിയാണോ? ബാലൻ പറഞ്ഞത് കേൾക്കാം. അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തര കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഒഴിമാറാടും രണ്ടാമാറാടും നല്ല ഉണ്ടാവും. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു രൂപത്തിലും വർഗീയ കലാപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷമോ CPIM-ഓ അവസരമുണ്ടാക്കില്ല. ശക്തമായുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. AK ബാലന്റെ ഈ പ്രസ്താവന ഏത് രീതിയിലാണ് വായിക്കേണ്ടത്? തെറ്റെന്ന് കരുതി തള്ളുന്നവരാണോ കൂടുതൽ, അതോ കുറച്ചുപേരെങ്കിലും ഇതിന് വശപ്പെടുമോ? EV ഉണ്ണികൃഷ്ണൻ, EV, ഓരോ വാക്കും നേതാക്കൾ പറയുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ നേതാക്കൾ ആ ശ്രദ്ധ പുലർത്തുന്നതാണോ അതോ ശ്രദ്ധിച്ചു തന്നെ ഈ വാക്കുകൾ പറയുന്നതാണോ എന്നാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വോട്ടാണല്ലോ. ദിവിഷ്, തീർച്ചയായും ഇത് ശ്രദ്ധിച്ച് തന്നെ പറയുന്നതാണ്, അല്ലെങ്കിൽ പറയാൻ വേണ്ടി തന്നെ പറയുന്നതാണ്. ഇത് വരും ദിവസങ്ങളിൽ ഇത്തരം പ്രസ്താവനകൾ ഇനി കൂടുകയും ചെയ്യും. കാരണം RSS CPM ബന്ധം ആരോപിച്ചാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ UDF ന്യൂനപക്ഷ വോട്ടുകളിൽ ഏകീകരണം ഉണ്ടാക്കിയത്. അതിന് അതേ നാണയത്തിൽ മറുപടി നൽകാനുള്ള CPM-ന്റെ നീക്കമാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം ആരോപിക്കുന്നതിലൂടെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് ഡിവിഷനും ഓർമ്മയുണ്ടാകും, 2011 തെരഞ്ഞെടുപ്പിൽ കുഞ്ഞുമണി കുഞ്ഞാലിക്കുട്ടി സഖ്യം എന്നാണ് VS അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചത്. അതിൻ്റെ ലക്ഷ്യവും ഇപ്പോൾ AK ബാലൻ പറഞ്ഞതിൻ്റെ ലക്ഷ്യവും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ ലക്ഷ്യവുമെല്ലാം ഒന്നു തന്നെയാണ്. അത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ്. അവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF ഫോക്കസ് ചെയ്യുമ്പോൾ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിൽ CPM ശ്രദ്ധിക്കുന്നു. നേരത്തെ പറഞ്ഞ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം തന്നെ പറഞ്ഞാൽ RSS പോലീസിൽ സ്വാധീനം ചെലുത്തുന്നു, RSS പോലീസിനെ നിയന്ത്രിക്കുന്നു, ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നു എന്ന ആരോപണം ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ പല ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ഇനി UDF വന്നാൽ അത് ജമാഅത്തെ ഇസ്ലാമിയാണ് പോലീസിനെ നിയന്ത്രിക്കുക, ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുക എന്നതാണ് CPM ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. കഴിഞ്ഞ 5-ാം മന്ത്രി വിവാദം ഉൾപ്പെടെ ഫോക്കസ് ചെയ്തതും ഈ ഹിന്ദുത്വ വോട്ടുകളുടെ ഏകീകരണത്തിലേക്ക് തന്നെയാണ് CPM. വരും ദിവസങ്ങളിൽ ഇത് കൂടാൻ തന്നെയാണ് സാധ്യത. സ്വാഭാവികമായും രാഷ്ട്രീയം തന്നെയാണ് ലക്ഷ്യം. രാഷ്ട്രീയത്തിൽ ജയമാണ് പ്രധാനം. ശരി, EV ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ പറഞ്ഞത്. എന്തായാലും AK ബാലന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരികയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM നേതാവിന്റെ പ്രസ്താവന സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന പ്രചാരണത്തിന്റെ ഭാഗമെന്നാണ് VD സതീശൻ പറയുന്നത്. CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ പ്രസ്താവനയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയാണ്. ശിഥിലീകരിക്കപ്പെടുകയാണ്. അതിനിടയിലാണ് BJP-യും സംഘപരിവാറും നടത്തുന്ന സമാനമായ വർഗീയ ക്യാമ്പയിൻ CPM ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുകയാണ്. ഈ CPM നേതാക്കളുടെ പ്രസ്താവന കേരളത്തിൽ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രചരണം, ഈ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ആക്കി മാറ്റാനുള്ള ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും മതേതര കേരളം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. രമേശ് ചെന്നിത്തലയും ബാലന്റെ പ്രസ്താവനയെ CPM-ലേക്ക് തിരിക്കുകയാണ്. BJP-യുടെ അതേ ഭാഷ ബാലൻ സംസാരിക്കുന്നത് ഇടതുമുന്നണിയുടെ നയമാണോ എന്നാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. CPM-ന്റെ നേതാവ് AK ബാലന്റെ പരാമർശം നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ്. BJP-യുടെയും സംഘപരിവാറിൻ്റെയും അതേ ഭാഷ AK ബാലൻ സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. BJP പറയേണ്ട കാര്യങ്ങൾ CPM പറയുന്നു, CPM പറയേണ്ട കാര്യങ്ങൾ BJP പറയുന്നു. രണ്ടുപേരും പരസ്പര സഹായത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് UDF
ശക്തമായ മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബാലന്റെ വാക്കുകളെ ശക്തമായ ആയുധമാക്കി തിരിച്ചടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. AK ബാലന്റെ വർഗീയത വിളമ്പുന്ന പ്രസംഗമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. LDF കേരള സമൂഹത്തിൽ വർഗീയതയുടെ വിഷം വമിപ്പിക്കുകയാണ്. കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് CPM നേതാക്കളുടെ സ്ഥിതിയെന്നും KC വേണുഗോപാൽ പറയുന്നു. വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ SDPIയുടെ സഹായത്തോടുകൂടി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് നേടാൻ CPM പരസ്യമായി നടപടിയെടുത്തിരിക്കുകയാണ്. അവരാണ് തിരിച്ചു പറയുന്നത് കോൺഗ്രസ് വന്നാൽ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. നിങ്ങൾ ആലോചിച്ചു വിരോധാഭാസം. എന്ത് പച്ച വർഗീയതയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ട പോലെയാണ് CPMന്റെ നേതാക്കന്മാരുടെ സ്ഥിതി. AK ബാലനെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചു. ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചുവെന്ന പരാമർശം പിൻവലിച്ചു മാപ്പ് പറയണം, 1 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നാണ് ജമാഅത്തയുടെ ആവശ്യം. വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവന വന്ന് ദിവസങ്ങൾക്കകമാണ് AK ബാലന് വർഗീയ വികാരം ആളിക്കത്തിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രതികരിക്കുന്നത്. ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള ഇത്തരം പ്രതികരണങ്ങൾ ഒരു തരത്തിലും നാടിന് ഗുണം ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട് കടന്നതിനാൽ നേതാക്കളുടെ ഓരോ വാക്കും വാർത്തയാകും. അത് തെറ്റായ വാക്കിന്റെ പേരിലാകാതിരിക്കട്ടെ.